ഞാൻ മുണ്ടൂരിൽ നിന്ന് വരികയാണ്. അവിടെ ആൾക്കാർ ഇവിടെ ആനയുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിരുന്നു. സത്യത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ ഒരു തടസ്സമെന്ന് പറയുന്നത് കേന്ദ്ര നിയമമാണ്. പണ്ടൊന്നും ഇത്ര നാട്ടിൽ വന്യമൃഗങ്ങൾ ഇറങ്ങി വന്ന ഒരു കാലം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പിന്നെ പന്നിയെപ്പോലും വെടിവെക്കണമെങ്കിൽ നിയന്ത്രണം അത് പൂർണ്ണമായി എടുത്തു കളഞ്ഞിട്ടില്ല. ഇത്തരമൊരു അവസ്ഥയിൽ ഒരു MLA എന്ന നിലയ്ക്ക്, ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് അപ്പപ്പോൾ ഈ കാര്യങ്ങൾ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നതാണ് എൻ്റെ ഉത്തരവാദിത്വം. ഞാനത് പെടുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പിന്നെ ഒരു പരിഹാരമെന്ന് പറഞ്ഞാൽ ശാശ്വതമൊന്നുമല്ല. ഈ ഹാങ്ങിങ് ഫെൻസിങ്ങും അതുപോലെ തന്നെ കിടങ്ങ് കുഴിക്കലൊക്കെയാണ്. അല്ലെങ്കിൽ റെയിൽ ഫെൻസിങ് വേണം. റെയിൽ ഫെൻസിങ്ങിനൊക്കെ കോടിക്കണക്കിന് ഉറുപ്പിക ചിലവ് വരും. ഏകദേശം 1480 കോടി ഉറുപ്പികയുടെ ഒരു പ്രോജക്റ്റ് കേരള സർക്കാർ, ഞങ്ങളൊക്കെ ചില MLA മാർ, ബാധിക്കപ്പെടുന്ന പ്രദേശങ്ങളിലെ MLA മാർ നിയമസഭയിൽ പലതവണ ഉന്നയിച്ചതുകൊണ്ട് അങ്ങനെ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി കേന്ദ്രത്തിന് അയച്ചു. 10 പൈസ കിട്ടിയില്ല. അത് നിഷേധിക്കുക ചെയ്തത്. ഈ റെയിൽ ഫെൻസിങ് ഇടണമെങ്കിൽ അടുത്ത ആന കടക്കാത്ത രീതിയിൽ വളഞ്ഞും തിരിഞ്ഞൊക്കെ ഇട്ടിട്ട് വേണ്ട കൊണ്ടുപോകാൻ. ഇപ്പം എൻ്റെ മണ്ഡലത്തിൽ തന്നെ വാളയാർ മുതൽ കല്ലടിക്കോട് വരെ നീണ്ടു കിടക്കുന്ന പ്രദേശത്ത് ഫെൻസിങ് ഉണ്ടെങ്കിൽ ഏകദേശം ഒരു 500-600 കോടി ഉറുപ്പിക വേണ്ടി വരും. അപ്പോൾ അതാണ് സർക്കാർ 1480 കോടി ഉറുപ്പികയുടെ പദ്ധതി തയ്യാറാക്കി കേരള ഗവൺമെൻറ് അയച്ചു കൊടുത്തപ്പോൾ ഇത്രയും പ്രശ്നം അഭിമുഖീകരിക്കുമ്പോൾ ഇത് MLA രാജിവെക്കണം, മന്ത്രി രാജിവെക്കണം എന്ന് പറയാനേ കുറേ ഇവിടുത്തെ കേന്ദ്ര ഭരണകക്ഷിൻ്റെ നേതാക്കന്മാരുള്ളൂ. ശാശ്വതമായി ഇതിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ? ഞാൻ ഇപ്പോൾ ഒരു ഉദാഹരണം കൂടി പറയാം. ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾ ആ മലമ്പുഴയ്ക്ക് പോയാൽ കുറേ ബോർഡ് കാണാം, എന്തോ കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചു എന്ന്. കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചതിന് കാരണമുണ്ട്, അതാരും പറയുന്നില്ലല്ലോ. ഇവിടെ 6 തവണ ഞാൻ സബ്മിഷനും അതുപോലെ ശ്രദ്ധ ക്ഷണിക്കലായിട്ട് അവതരിപ്പിച്ചതിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രി തന്നെ യോഗം വിളിച്ച്, പിന്നെ ടൂറിസം മന്ത്രിയെ വിളിച്ച് മലമ്പുഴയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ഏജൻസിയെ വെച്ച് ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി ഗവൺമെൻറ്റിന് കേന്ദ്രത്തിന് കൊടുത്തു. 74.66 കോടി ഉറുപ്പിക അംഗീകരിച്ച് കിട്ടി. ഇവിടെയുള്ള കേന്ദ്ര ഭരണത്തിൻ്റെ പിന്നെ വക്താക്കൾക്കൊന്നും ഇത് അറിയുക പോലുമില്ല. പത്രത്തിൽ വന്നപ്പോൾ ഇവരാണിത് കൊണ്ടുവന്നത് എന്ന രീതിയിൽ. സത്യത്തിൽ നിരന്തരമായ നമ്മുടെ ഇടപെടലും സമയോചിതമായ കേരള സർക്കാരിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ആ 74.66 കോടി കിട്ടിയത്. എന്തേ അവർക്കിത് പറയാലോ? ഇപ്പോൾ അവരുടെ ബോർഡ് വയ്ക്കാനും പ്രചരണം നടത്താനും നിങ്ങൾക്കറിയാലോ. 1710 കോടി ഉറുപ്പിക 10 ഏക്കർ സ്ഥലം 2000 കോടി ഉറുപ്പിക കിഫ്ബി പദ്ധതിയിലെടുത്തിട്ടാണ് ആ പുതുശ്ശേരി പഞ്ചായത്തിലെ വെസ്റ്റ് വില്ലേജിലും സെൻട്രൽ വില്ലേജിലും സ്ഥലം എടുത്തത്. 10 കിട്ടിയാലേ അവിടെ വ്യവസായം ആരംഭിക്കുള്ളൂ. എത്ര ഉറുപ്പിക തരണോ അത്ര സ്ഥലം അങ്ങോട്ട് കൊടുക്കുന്നുള്ള രീതിയിലാണ് കരാറ്. പക്ഷേ നാട്ടിൽ എത്ര ബോർഡ് കണ്ടു നിങ്ങൾ? ചിലവരുടെ കണ്ടില്ലേ? അങ്ങനെ സബ്മിഷൻ ഉന്നയിച്ചതൊക്കെ തീരുമാനമായിട്ട് വരികയാണെങ്കിൽ എന്തൊക്കെ വരും നമ്മുടെ നാട്ടിൽ? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ 1480 കോടി ഉറുപ്പിക വന്യമൃഗങ്ങളെ തടയുന്നതിന് വേണ്ടി കേരള ഗവൺമെൻറ് അയച്ചിട്ടുള്ള പ്രപ്പോസൽ ഇവർക്ക് കഴിവുണ്ടെങ്കിൽ ഇവരത് വാങ്ങിക്കൊണ്ടുവരട്ടെ. എന്നിട്ട് പറയട്ടെ MLA രാജിവെക്കണം അല്ലെങ്കിൽ മന്ത്രി രാജിവെക്കണം പറയണമെങ്കിൽ ഇത് വാങ്ങി അംഗീകാരം തന്നിട്ട്. കുറ്റം പറയാൻ ആർക്ക് വേണമെങ്കിലും പറയാലോ, എന്ത് വേണമെങ്കിലും ആർക്കും. പിന്നെ നാവിന് എല്ലില്ലാത്തതുകൊണ്ട് പലതും പറഞ്ഞ്. ഇപ്പോൾ ആ ആന വന്നിട്ട് പിന്നെ ആ അലം മരിച്ചില്ലേ, അന്ന് പിന്നെ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിട്ട് പറഞ്ഞതെന്താ? MLA രാജിവെക്കണം. ഞാൻ രാജിവെച്ചാൽ ഈ വന്യമൃഗങ്ങളുടെ വരവ് നിൽക്കുമോ? അപ്പോൾ അതുകൊണ്ട് ആക്ഷേപം ഉന്നയിക്കലും പിന്നെ അപമാനിക്കലും മാത്രമല്ല ചെയ്യേണ്ടത്. ഇത് ഈ വിഷയത്തിൽ സത്യത്തിൽ അവർക്ക് വല്ല പ്രാപ്തിയോ കഴിവോ ഉണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ സംസ്ഥാന ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള പദ്ധതിക്ക് അംഗീകാരം തരലാണ്. അതൊന്നുമില്ലാതെ എന്തായാലും ഞാനിപ്പോൾ അവിടെ മുണ്ടൂർ പോയിട്ട് വരികയാണ്. അവിടെ ആനക്കൂട്ടം തന്നെ നിൽക്കുകയാണ്. എന്താ ചെയ്യുക? ഫോറസ്റ്റുകാരെ വിളിച്ചറിയിച്ചു. അവരത് കാട്ടിലേക്ക് പിന്നെ അയക്കുന്നുണ്ട്. തിരിച്ച് വേറൊരു വഴിയിൽ കൂടെ വരികയാണ്. അപ്പോൾ സത്യത്തിൽ എൻ്റെ മലമ്പുഴ മണ്ഡലത്തിൽ 8 പഞ്ചായത്തിൽ 6 പഞ്ചായത്തുകളിലും ഈ വനമുള്ള പ്രദേശമാണ്. ഇപ്പോൾ വാളയാർ മുതൽ ഈ സാധനം ഇങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തപ്പോൾ ചെയ്യാമെന്ന് എനിക്കറിയില്ല. MLA അതിന് മുമ്പിൽ പോയി നിന്നിട്ട് ആന അങ്ങനെ തിരിച്ചു പോവുകയാണെങ്കിൽ ഞാൻ പോയി നിൽക്കാൻ തയ്യാറാണ്. ആ ജനവാസ മേഖലയിൽ തന്നെയാണ് നിങ്ങൾ കണ്ടില്ലേ അലൻ്റെ വീട്? അവിടെ ആന വന്നില്ലെങ്കിലേ അതിശയുള്ളൂ. നിങ്ങൾ പോയി നോക്കിയിട്ട് നിങ്ങൾ കണ്ടല്ലോ ഇല്ലേ? ഒരു വീട്ടിൽ നിന്ന് ആകെ 7 വീട് എവിടെയുള്ളൂ. ഒരു വീട്ടിൽ നിന്ന് നോക്കിയാൽ മറ്റൊരു വീട് കാണില്ല. മലയ അടിവാരത്താണിത്. ഒരു നിബിഡ വനമാണത്. അപ്പോൾ അവിടെ വരാതിരിക്കില്ലല്ലോ. അപ്പോൾ ഇത് റെയിൽ ഫെൻസിങ് അത് പറ്റിയ ഒരു ഇതാണ്.